ഒന്നാമത്തെ എന്റെ ചോദ്യം, ഏത് മാളത്തിലാണ് DGP എന്ന് പറഞ്ഞ ഒരുത്തൻ അവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് ചോദിക്കാൻ. അവൻ എങ്ങനെയാണ് കേരളത്തിൽ DGP? ദർവേഷ് സാഹിബ് എന്ന് പറഞ്ഞവൻ എങ്ങനെയാണ് കേരളത്തിൽ DGP ആകുന്നത്? അവൻ എന്താണ് അവന്റെ ജോലി? അവൻ ഇരിക്കുന്ന കസേരയുടെ വലിപ്പം അവൻ അറിയാവോ? ഈ ദർവേഷ് സാഹിബ് എന്ന് പറഞ്ഞ ഇരിക്കുന്നവൻ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ സംഘാടനം, അവരുടെ ജില്ലാ കമ്മിറ്റികൾ, അവരുടെ പ്രകടനങ്ങൾ, പ്രചരണങ്ങൾ എന്നൊക്കെ ഉള്ള നിലയുണ്ടല്ലോ, അതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ പാർട്ടിക്ക് ജില്ലാ കമ്മിറ്റി ഉണ്ടോ, നിങ്ങളുടെ പാർട്ടിക്ക് ബൂത്ത് ഉണ്ടോ, നിങ്ങളുടെ പാർട്ടി എത്ര സമരം ചെയ്തു, ഇതൊന്നും അല്ല ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ മൂവ്മെന്റുകൾ അല്ലെ പൊളിറ്റിക്കൽ മൂവ്മെന്റുകൾ വളർന്നു വരുന്നതിന്റെ അതിന്റെ ബാരോമീറ്റർ ഇപ്പൊ അതൊന്നും അല്ല. ഇത് നിങ്ങൾ ഓർത്തോണം. ഇവിടെ CPM-ന്റെ പോലീസാണ് ഇവിടെ ഉള്ളത് എന്ന് നിങ്ങൾ ഓർത്തോണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന അവൻ ജനങ്ങളോട് പ്രസംഗിക്കുകയാണ്. യഥാർത്ഥത്തിൽ പിണറായി വിജയന്റെ പോലീസ് എന്നുള്ളത് ആണ് ഇവിടെ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ, അവരുടെ KPCC പ്രസിഡന്റ്, അവരുടെ പ്രതിപക്ഷ നേതാവ്, അവരുടെ എത്രയോ MP-മാർ, അവരെല്ലാവരും വേദിയിലിരിക്കുമ്പോൾ അതിന് പുറകിൽ നിന്ന് ജലപീരങ്കി ഉപയോഗിക്കുകയും അതിന് പുറകിൽ ടിയർ ഗ്യാസ് ഷെല്ല് അടിക്കുകയുമാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇതൊന്ന് തിരിഞ്ഞാലോചിച്ച് നോക്കിയേ. ഇത് നടക്കുന്നത് CPM-ന്റെ ഒരു വേദിയിലേക്കായിരുന്നുവെങ്കിൽ അന്ന് കേരളത്തിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഹലോ, ശ്രീ KM ഷാ, ഇപ്പൊ ഒരു വാർത്ത പുറത്തു വന്നു. നവകേരള സദസ്സിൽ പങ്കെടുത്ത താങ്കൾ ഉൾപ്പെടെ പറയുന്ന പോലീസ് ഗുണ്ടകൾക്ക് DGP-യുടെ ക്രിസ്മസ് സമ്മാനമുണ്ട്. അവർക്കെല്ലാം സർവീസിൽ ഗുഡ് എൻട്രി സർവീസ് കൊടുത്തിരിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്റെ മനസ്സിലെന്നല്ല, കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ മനസ്സിൽ, അതായത് CPM-ന്റെ അണികൾ ഉൾപ്പെടെ ഉള്ളവരുടെ മനസ്സിൽ എന്ത് വികാരമാണ് ഉണ്ടാവുക എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്രമസമാധാന പാലന ചുമതലയുള്ള ഒരു സംവിധാനമാണ് കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത്. അതായത് ജനങ്ങൾക്ക് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, കുറ്റകൃത്യങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ഇടപെട്ട് അവർക്ക് നീതി കിട്ടുമെന്ന് ഉറപ്പാക്കി കൊടുക്കാൻ വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ഒരു സേനയാണ് പോലീസ് സേന എന്ന് പറയുന്നത്. അത് ഏതാണ്ട് ഒരു 19,000 ആളുകളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് പോലീസുകാരൻ മുതൽ SI സർക്കിള്, ഈ പറഞ്ഞ പോലെ DYSP, IG, DIG മുതൽ ക്രമസമാധാന പാലന ചുമതലയുള്ള DGP വരെ. ആ പോലീസ് സംവിധാനം നമ്മൾ കുറച്ച് കാലമായി ഇവിടെ ഭരിക്കുന്നവരുടെ ഒരു ശക്തിധരൻ പറയുന്ന പോലെ ഇവിടെ ഭരിക്കുന്നവരുടെ ഒരു കാളികൂളി സംഘമായി പോലീസ് അധപ്പതിച്ചു എന്നുള്ളത് നമ്മൾ കുറച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ കാളികൂളി സംഘം എന്ന് പറഞ്ഞാൽ? കാളികൂളി സംഘം, ഇപ്പം CPM-ന്റെ കാളികൂളി സംഘം എന്ന് ഞാൻ പറയും. CPM-ന്റെ കാളികൂളി സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM-ന് വേണ്ടി എന്ത് വിടുവേലയും ചെയ്യുന്ന ഒരു സംവിധാനത്തിനെയാണ് കാളികൂളി സംഘം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് CPM-ന്റെ കാളികൂളി സംഘം എന്നോട് ചെയ്ത് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് എന്റെ കഴുത്തിൽ ഒരു ചുമന്ന മാലയൊക്കെ ഇട്ടിട്ട് ആദരാഞ്ജലികൾ എന്നെഴുതി. അതാണ് ഈ CPM-ന്റെ കാളികൂളി സംഘം ഒരിക്കൽ ചെയ്തത്. വേറൊരിക്കൽ ചെയ്തതെന്ന് വെച്ചാൽ എന്റെ ഫേസ്ബുക്കിന്റെ ഫേസ്ബുക്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഫോട്ടോ എന്റെ കൂടെ 2 പോലീസുകാർ നടക്കുന്നതിന്റെയാണ്. അത് യഥാർത്ഥത്തിൽ 2017 എന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ അന്ന് LLB-ക്ക് പരീക്ഷ ഉണ്ടായിരുന്നു. ആ പരീക്ഷ എഴുതാൻ പോയപ്പോൾ എന്റെ കൂടെ 2 പോലീസുകാർ വന്നിരുന്നു. അതിന്റെ പടമായിരുന്നു. ആ പടം എടുത്തു കൊടുത്തിട്ട് അതിന്റെ അടിയിൽ ഈ CPM-ന്റെ കാളികൂളി സംഘം എഴുതി എന്താണെന്നറിയാവോ? പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് KM ഷാജഹാൻ അറസ്റ്റ്. അതുപോലെ വേറൊരു അവസരത്തിൽ ഈ കാളികൂളി സംഘങ്ങൾ എഴുതി എന്താണെന്ന് വെച്ചാൽ എന്നെ ഉപ്പിട്ട് കുഴിച്ചു മൂടണം എന്നെഴുതി. അതാണ് CPM-ന്റെ കാളികൂളി സംഘങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. അതായത് CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് വേണ്ടി എന്ത് വൃത്തികേടുകളും, ഇംഗ്ലീഷ് പറഞ്ഞാൽ എന്ത് റുത്ത്ലെസ്നെസ്സും എന്ത് ക്രൂവൽറ്റിയും കാണിക്കാൻ ഒരു മടിയുമില്ലാത്ത ഒരു സംഘത്തിനെയാണ് നമ്മൾ കാളികൂളി സംഘങ്ങൾ എന്ന് പറയുക. അതിനപ്പുറത്തൊരു ഉപയോഗം ഇല്ല എന്ന് പറഞ്ഞാൽ എന്ത് വൃത്തികേടും ഒരാൾക്ക് വേണ്ടി കാണിക്കാൻ തയ്യാറാവുന്ന ഒരു സംവിധാനത്തിനാണ് ഈ കാളികൂളി സംഘം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ പറയുന്നത് പിണറായി വിജയന്റെ കാളികൂളി സംഘമായി പോലീസ് മാറ്റുന്ന, പോലീസ് അധപ്പതിക്കുന്ന ഒരു അതിദയനീയമായിട്ടുള്ള, സമാനതകളില്ലാത്ത ഒരു ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് വണ്ടിപ്പെരിയാറിലെ ഏരിയ സെക്രട്ടറി S. സാബു നടത്തുന്ന ഒരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ അയാൾ പറയുന്നുണ്ട്, ഇവിടെ എല്ലാവരും ഓർത്തോണം, ഇവിടെ പിണറായി വിജയന്റെ പോലീസാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇത് നിങ്ങൾ ഓർത്തോണം. ഇവിടെ CPM-ന്റെ പോലീസാണ് ഇവിടെ ഉള്ളത് എന്ന് നിങ്ങൾ ഓർത്തോണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന അവൻ ജനങ്ങളോട് പ്രസംഗിക്കുകയാണ്. യഥാർത്ഥത്തിൽ പിണറായി വിജയന്റെ പോലീസ് എന്നുള്ളത്
ആണ് ഇവിടെ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏത് വിഷയമെടുത്താലും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇപ്പൊ നവകേരള സദസ്സ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഉള്ള സ്ഥിതി എന്താ? നവകേരള സദസ്സ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ യൂത്ത് കോൺഗ്രസ് പിള്ളേരെ ഈ പറഞ്ഞ പോലെ അടിച്ച് അവരുടെ തല പൊട്ടിക്കുക, അവരുടെ ചെടിച്ചട്ടി കൊണ്ട് അടിക്കുക, ഇതൊക്കെ നിരന്തരം ഡിവൈഎഫ്ഐക്കാർ അടിക്കുമ്പോൾ ഈ പിണറായി വിജയന്റെ പോലീസ് എന്ന് ഞാൻ പറയില്ല, പിണറായി വിജയന്റെ ഈ കാളികൂളി സംഘം പിന്നെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഈ കാളികൂളി സംഘം എവിടെയൊക്കെ ഡിവൈഎഫ്ഐക്കാർ വന്നിട്ട് യൂത്ത് കോൺഗ്രസ്സുകാരെ മരകമ, അപ്പോഴെല്ലാം ഈ കാളികൂളി സംഘങ്ങൾ പിന്നെ കയ്യും കെട്ടി ഈ കാളികൂളി സംഘങ്ങൾ, ഈ കാക്കിയിട്ട കാളികൂളികൾ നോക്കി നിന്നു. അതിനുശേഷം നമ്മൾ കണ്ടത് എന്താ? ഗവർണറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരം നമ്മൾ കണ്ടു. ഗവർണറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരിങ്കൊടി പ്രതിഷേധം വന്നപ്പോഴത്തേക്കും ഈ കാളികൂളികൾ എന്താ ചെയ്തത്? ഗവർണറെ കരിങ്കൊടി കാണിക്കാൻ ഈ പോലീസ് ഈ കാക്കിയിട്ട കാളികൂളികൾ എന്ത് ചെയ്തു? SFI പിള്ളേരെ ജീപ്പിൽ കൊണ്ടുവന്ന് അവിടെ ഇറക്കി കൊടുത്തു. ഗവർണർക്ക് എതിരെ കരിങ്കൊടി കാണിക്കാൻ ജീപ്പിൽ കൊണ്ടുവന്ന് ഇറക്കി കൊടുത്തു. ഗവർണർ ഇറങ്ങി നിന്ന് വെല്ലുവിളിച്ചപ്പോൾ ഈ വൃത്തികെട്ടവന്മാർ, പോലീസ് എന്ന് അവന്മാരെ ഞാൻ ഇനി വിളിക്കില്ല, കാളികൂളികളെന്ന് വിളിക്കുള്ളൂ, അവന്മാരെന്താ ചെയ്തത്? ഈ SFIക്കാരെ ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയി. ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോവുകയാണ്. അതായത് കേരളത്തിലെ ഉന്നതമായ ഭരണഘടനാ സ്ഥാനത്ത്, ഗവർണർ കൊണ്ട് സ്ഥാനത്തിരിക്കുന്ന ഒരാളെ കരിങ്കൊടി കാണിക്കാൻ വരുന്ന SFI ക്രിമിനലുകളെ തങ്ങളുടെ ചിറകിനടിയിൽ സംരക്ഷിച്ചു കൊണ്ടുപോവാണ് കേരളത്തിലെ പോലീസ്. അതുകൊണ്ടാണ് ഞാൻ അവന്മാരെ കാളികൂളികൾ എന്ന് വിളിക്കുന്നത്. അതിനുശേഷം നമ്മൾ കണ്ടത് കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണറെ പച്ചയ്ക്ക് തെറി വിളിക്കുന്ന, അശ്ലീലം വിളിക്കുന്ന, പുലഭ്യം വിളിക്കുന്ന, അപകീർത്തിപ്പെടുത്തുന്ന ക്രിമിനലുകളെ തൊട്ട് തലോടി അവരുടെ തോളത്തൊക്കെ തട്ടി പോട്ടെ മോളെ പോട്ടെ മോനെ എന്നും പറഞ്ഞ് കൊണ്ടുപോകുന്ന കാളികൂളി പോലീസ് എന്ന് പറഞ്ഞ ഈ കാക്കിയിട്ട കാളികൂളികളെ അവിടെയാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം അവരെന്താ ചെയ്തത്? കോൺഗ്രസിന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാര്, പ്രതിപക്ഷ നേതാവ്, KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പിന്നെ പ്രസംഗിക്കുമ്പോൾ അതിന്റെ പുറകിൽ നിന്ന് ടിയർ ഗ്യാസ് അടിക്കുകയും ജലപീരങ്കി ഉപയോഗിക്കുകയും ചെയ്യുന്ന കാളികൂളികളെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇതാണ് കേരളത്തിലെ പോലീസ്. അപ്പൊ അത് സംബന്ധിച്ച് രണ്ട് പ്രശ്നങ്ങളാണ് എന്റെ മുന്നിലുള്ളത്. ഒന്നാമത്തെ എന്റെ ചോദ്യം, ഏത് മാളത്തിലാണ് DGP എന്ന് പറഞ്ഞൊരുത്തൻ അവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. അവൻ എങ്ങനെയാണ് കേരളത്തിൽ DGP? ദർവേഷ് സാഹിബ് എന്ന് പറഞ്ഞവൻ എങ്ങനെയാണ് കേരളത്തിൽ DGP ആകുന്നത്? അവൻ എന്താണ് അവന്റെ ജോലി? അവൻ ഇരിക്കുന്ന കസേരയുടെ വലിപ്പം അവൻ അറിയാവോ? ഈ ദർവേഷ് സാഹിബ് എന്ന് പറഞ്ഞ ഇരിക്കുന്നവന്, അവൻ ഇരിക്കുന്നത് DGPയുടെ കസേരയിലാണ്. ആ DGPയിൽ മാന്യന്മാരായിട്ടുള്ള ഒരുപാട് DGPമാർ ഇതിനു മുമ്പ് ഇരുന്നിട്ടുണ്ട്. ആ കസേരയിൽ ഇരുന്നു കൊണ്ട് പിണറായി വിജയന് വേണ്ടി നാണം കെട്ട കാളികൂളി പ്രവർത്തനം നടത്തുന്ന ഇയാളെയൊക്കെ ഇവിടുന്ന് ഓടിക്കാനുള്ള ആർജവോ ഇച്ഛാശക്തി ഒന്നും ഇവിടുത്തെ പ്രതിപക്ഷത്തിന് ഇല്ലല്ലോ എന്നുള്ളത് ഓർക്കുമ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ പൊട്ടിക്കരയാനാണ് എനിക്ക് തോന്നുന്നത്. അയാൾ പറയണ്ടേ ഇത് വൃത്തികേടാണ് ഈ കാണിക്കുന്നത്? അതായത് പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന SFI പിള്ളേരെ പോലും ലാത്തി കൊണ്ടടിക്കുന്ന പോലീസ്. ഇന്നലെ ഞാൻ കണ്ടു ഒരു യൂത്ത് കോൺഗ്രസ്സുകാരന്റെ ജനനിയന്ത്രണത്തിൽ കയറി പിടിക്കുന്ന പോലീസ്. ഒരു പോലീസുകാരന്റെ വയറിന് ലാത്തി കൊണ്ട് ഒരു യൂത്ത് കോൺഗ്രസ്സുകാരന്റെ വയറിന് ലാത്തി കൊണ്ട് കുത്തുന്ന പോലീസ്. ഇതൊക്കെ ചെയ്യുന്ന ഈ പോലീസിന് ഗുഡ്സ് എൻട്രി കൊടുക്കുമ്പോൾ അത് ജനങ്ങളുടെ ഇടയിൽ തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. ക്രമസമാധാന പാലന ചുമതലയാണ് പോലീസിന്റെ ഉത്തരവാദിത്വം, അല്ലാതെ ക്രൂരമായി ജനങ്ങളെ അടിച്ചമർത്തുകയും മർദ്ദിക്കുകയുമല്ല. അങ്ങനെ മർദ്ദിക്കുന്നവർക്ക് ഗുഡ്സ് എൻട്രി, സർവീസ് എൻട്രി കൊടുക്കുന്നത് പോലീസിന് തന്നെ നാണക്കേടാണെന്ന് പറയാനുള്ള നാക്ക് പൊങ്ങാത്തവൻ അവൻ DGP അല്ല, അവൻ പിണറായി വിജയന്റെ കുറ്റിച്ചൂലാണ് എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. അതിനപ്പുറത്ത് വേറെ വാക്കുകളില്ല എന്നുള്ളത് കൊണ്ട് ഞാനത് അവിടെ അവസാനിപ്പിക്കുന്നു. ഇനി എനിക്ക് പറയാനുണ്ട്. എനിക്കിനി പറയാനുള്ളത് എന്താണ്? ഇവിടെ ഒരു ഭരണഘടനാ തലവനുണ്ട്, അയാളുടെ പേരാണ് പിണറായി വിജയൻ. അയാളൊരു വ്യക്തിയല്ല, അയാളൊരു ഭരണഘടനാ സ്ഥാപനമാണ്. അയാളൊരു മുഖ്യമന്ത്രിയാണ്. അയാൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? എന്ത് അക്രമം നടന്നാലും അതിനെ ന്യായീകരിക്കുന്ന ഏറ്റവും മലീമസമായ, ജനാധിപത്യം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു മനുഷ്യനാണ് അയാൾ. അയാളുടെ തല അടിയന്തരമായി പരിശോധിക്കണം. എനിക്ക് സത്യത്തിൽ പിന്നെ വരദാചാരി എന്നും പറഞ്ഞിട്ടൊരു ഫിനാൻസ് സെക്രട്ടറി ഉണ്ടായിരുന്നു. ലാവ്ലിൻ അഴിമതിക്കാലത്ത് ഒരു വരദാചാരി എന്ന് പറഞ്ഞൊരു ഫിനാൻസ് സെക്രട്ടറി. ആ ഫിനാൻസ് സെക്രട്ടറി ഇയാളുടെ തല പരിശോധിക്കണം എന്ന് ആ ഫിനാൻസ് സെക്രട്ടറിയുടെ തല പരിശോധിക്കേണ്ടതാണെന്ന് ഇയാൾ എഴുതിയിട്ടുണ്ടെന്ന്. ഫിനാൻസ് സെക്രട്ടറി ഇയാളുടെ തല പരിശോധിക്കണം എന്നല്ല, ആ ഫിനാൻസ് സെക്രട്ടറിയുടെ തല പരിശോധിക്കണമെന്ന് അന്ന് ഇയാൾ വരദാചാരിയെ കുറിച്ച് അന്ന് എഴുതിയെങ്കിൽ അടിയന്തരമായി ഇയാളുടെ തല പരിശോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം
എന്ത് അക്രമം നടന്നാലും, എന്ത് അടിച്ചമർത്തൽ നടന്നാലും, പോലീസ് എത്ര ഭീകരമായി ജനങ്ങളെ അടിച്ചമർത്തി കഴിഞ്ഞാലും അവരുടെ തോളത്ത് തട്ടി അവരെ പ്രോത്സാഹിപ്പിക്കുന്നവൻ എങ്ങനെയാണ് മുഖ്യമന്ത്രിയാവുന്നത്? എങ്ങനെയാണ് സ്വബോധമുള്ളവനാവുന്നത്? എങ്ങനെയാണ് സാധാരണ മാനസിക നിലയുള്ളവനാവുന്നത്? ഇപ്പോൾ തന്നെ എന്താ സംഭവിക്കുന്നത്? ഈ പോലീസ് ഏറ്റവും വലിയ മർദ്ദനോപകരണമാകുമ്പോൾ ആ മർദ്ദിക്കുന്നവന്മാർക്ക് പിന്നെ ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് എന്താണ് പറയേണ്ടത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അടിയന്തരമായി അയാളുടെ തല പരിശോധിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റൊരു ഞാൻ ചോദിച്ചു, ഇപ്പൊ താങ്കൾ തന്നെ പറയും താങ്കൾക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നു, താങ്കളെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നു, അതുപോലെ മാധ്യമങ്ങൾക്കെതിരെ കേസ്. പിണറായിക്കെതിരെ ആര് ശബ്ദിച്ചാലും കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ലെന്ന അവസ്ഥയാണോ? അല്ല സുഹൃത്തെ, അത് ഓരോ ദിവസവും അത് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇതിനെ ഒന്നും നെഞ്ചു വിരിച്ചെന്ന് എതിർക്കാനുള്ള ഊർജവും ആർജവും ഇച്ഛാശക്തിയും ഇവിടുത്തെ പ്രതിപക്ഷത്തിന് ഇല്ല എന്നുള്ളത് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കും. ആകപ്പാടെ ഒരു അല്പം ഊർജ്ജം എവിടെയെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ആ യൂത്ത് കോൺഗ്രസിൽ മാത്രമാണ്. കാരണം അത് അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ട് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ കാണിക്കുന്ന ഒരു ഇച്ഛാശക്തി കൊണ്ടാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ആലോചിച്ച് നോക്കൂ, കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ, അവരുടെ KPCC പ്രസിഡന്റ്, അവരുടെ പ്രതിപക്ഷ നേതാവ്, അവരുടെ എത്രയോ MP മാർ, അവരെല്ലാവരും വേദിയിലിരിക്കുമ്പോൾ അതിന് പുറകിൽ നിന്ന് ജലപീരങ്കി ഉപയോഗിക്കുകയും അതിന് പുറകിൽ ടിയർ ഗ്യാസ് ഷെല്ല് അടിക്കുകയുമാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇതൊന്ന് തിരിഞ്ഞാലോചിച്ച് നോക്കിയേ. ഇത് നടക്കുന്നത് CPM-ന്റെ ഒരു വേദിയിലേക്കായിരുന്നുവെങ്കിൽ അന്ന് കേരളത്തിൽ എന്ത് സംഭവിക്കുമായിരുന്നു? കേരളം അന്ന് സ്തംഭിക്കുമോ? കേരളം അന്നൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെ ആകുമായിരുന്നു കേരളത്തിന്റെ അവസ്ഥ. എന്നാൽ ഈ കോൺഗ്രസ്സുകാരുടെ ഇതിലേക്ക് ടിയർ ഗ്യാസ് അടിച്ചപ്പോൾ എന്താ അവന്മാര് ചെയ്തത്? അവന്മാര് പിരിഞ്ഞങ്ങ് പോയിട്ട് അന്ന് വൈകിട്ട് എല്ലാം ഒതുങ്ങിക്കഴിഞ്ഞ് അന്ന് വൈകിട്ട് കുറെ പേര് വന്നിട്ട് ഈ ഏതോ സിനിമകളിലൊക്കെ കാണുന്ന പോലെ സിന്താവ മുന്തിര മറ്റേ പിണറായി വിജയ മറ്റവനെ മറിച്ചവനെ എന്ന് വിളിച്ചിട്ട് അവനൊക്കെ ഓടി അവന്റെയൊക്കെ വീട്ടിൽ പോയി. യഥാർത്ഥത്തിൽ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? കോൺഗ്രസിന്റെ ഒന്നാം കിട നേതാക്കന്മാർക്കെതിരെ ഈ ടിയർ ഗ്യാസ് അടിക്കുകയും ഈ പറഞ്ഞതുപോലെ ജലപീരങ്കി അടിക്കുകയും ചെയ്തവനെ പാഠം പഠിപ്പിക്കണ്ടായിരുന്ന കോൺഗ്രസ്സുകാരൻ. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദേ ഷുഡ് ഹാവ് ബീൻ ടേക്കൺ ടു ടാസ്ക് എന്ന് ഞാൻ പറയും. അത് ചെയ്യേണ്ടിയിരുന്നില്ലേ? യഥാർത്ഥത്തിൽ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? അന്ന് അതുപോലെ സംഭവിച്ചെങ്കിൽ കോൺഗ്രസിന്റെ ബാക്കിയുള്ള നേതാക്കന്മാർ നവകേരള സദസ്സിന്റെ സമാപന ചടങ്ങായിട്ടുള്ള വട്ടിയൂർക്കാവിലേക്ക് മാർച്ച് ചെയ്യായിരുന്നില്ലേ അവന്മാർ ചെയ്യേണ്ടിയിരുന്നത്? ഒരു 12,000 പേര്, 15,000 പേര് ജനകീയ സദസ്സിന്റെ സമാപനത്തിലേക്ക് മാർച്ച് ചെയ്യല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? അങ്ങനെ മാർച്ച് ചെയ്തിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഈ കാളികൂളികളും അതിന് നേതൃത്വം നിൽക്കുന്ന ഈ തലയ്ക്ക് വെളിവില്ലാത്ത ഈ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, അയാൾ വാലും ചുരുട്ടി ഓടിയനെ. അയാൾ ഭീരുവാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ തന്നെ പല പ്രാവശ്യം അയാൾ പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് ഈ പറഞ്ഞതുപോലത്തെ ഈ കുറെ പേപ്പട്ടികളായിട്ടുള്ള പോലീസുകാരുടെ ചുറ്റിലും കുറെ വണ്ടികളുടെ ചുറ്റിലും ഒക്കെ അയാൾക്ക് ജീവിക്കാൻ പറ്റില്ല. അയാൾ വെറും ഭീരുവാണ്, വാലും ചുരുട്ടി ഓടുന്നവനാണ്. ഒരു 5,000 പേരുടെ പ്രകടനം കണ്ടാൽ പിന്നെ അയാളെ ആ പൊടി പോലും കാണും. നമ്മളത് തിരുവനന്തപുരത്ത് കണ്ടതല്ലേ? നവകേരള സദസ്സിന്റെ സമാപനത്തിന്റെ റൂട്ട് മാറ്റി പോവുകയല്ലേ ഇയാൾ ചെയ്തത്? KPC ഓഫീസിന് മുന്നിൽ കൂടെ പോകാതെ അപ്പുറത്ത് അമ്പലമുക്ക് വഴി കടന്നു പോവുകയല്ലേ ഇയാൾ ചെയ്തത്? അപ്പൊ ഭീരുവാണ് ഇയാൾ. പക്ഷെ ആ ഭീരുവിനോട് പോലും, ആ ഭീരുവായിട്ടുള്ള പിണറായി വിജയനോട് പോലും നെഞ്ചു വിരിച്ചു നിന്ന് എതിരിടാനുള്ള ആർജവും ഇച്ഛാശക്തിയും ഊർജവും ഒന്നും ഈ കാൽ കാശിന് കൊള്ളാത്ത ഈ ഖദർധാരികൾക്കില്ല. ഞാൻ അന്ന് ആ സംഭവം ഉണ്ടായപ്പോ തന്നെ അത് കഴിഞ്ഞ് ഞാൻ ആ ശാസ്ത്രമംഗലത്തോട് നടന്നു പോകുമ്പോഴത്തേക്ക് കുറച്ച് ഈ ഖദർധാരികളുടെ സമരത്തിന് വന്നവരെ കണ്ടത്. അവനൊക്കെ എങ്ങനെയും ഓടി രക്ഷപ്പെടാനായിട്ടാണ് അവനൊക്കെ താല്പര്യം. വടി കൊടുത്ത് അടിമേടിച്ചെന്ന് ഒരു ഖദർധാരി അവിടെ നിന്ന് പറയുക, വടി കൊടുത്ത് നമ്മൾ അടിമേടിച്ചെന്ന്. അപ്പൊ ഇവനൊക്കെ പോലീസ് എന്ന് കേട്ടാലേ തന്നെ പേടിയാ ഓടുക. അപ്പൊ അതാണ് ഇവിടുത്തെ അവസ്ഥ. അതുകൊണ്ടാണ് ഈ തലയ്ക്ക് വെളിവില്ലാത്ത ഇയാൾ, ഈ നെല്ലിക്കാത്തളം വെക്കുന്ന ഇയാൾ അവിടെ മുഖ്യമന്ത്രി കസേരയിൽ കയറി ഞെളിഞ്ഞിരുന്നുകൊണ്ട് ഇതുപോലുള്ള വൃത്തികേടുകൾ കാണിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ ഒരു കോൺഗ്രസ് നേതാവിനും പിണറായി വിജയനെ എതിരിടാനുള്ള കപ്പാസിറ്റി ഇല്ല, അതിനുള്ള കഴിവില്ല, അതിനുള്ള ആർജവും ഇല്ല, അതിനുള്ള ഊർജവും ഇല്ല, അതിനുള്ള ധൈര്യം ഇല്ല, അതിനുള്ള ഇച്ഛാശക്തി ഇല്ല. അതുകൊണ്ട് നമ്മൾക്ക് ഇതൊക്കെ കണ്ടിങ്ങനെ ചാഞ്ഞിരിക്കാനല്ലാതെ വേറൊരു വഴിയുമില്ല എന്നാണ് ഇത് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ പിണറായി വിജയന്റെ കാളികൂളി സംഘം, പോലീസ് എന്ന് പറഞ്ഞ കാളികൂളി സംഘത്തിനെ ഇതുപോലെ ആദരിക്കുന്ന പിണറായി വിജയന്റെ തലയ്ക്ക് നെല്ലിക്കാത്തളം വെക്കുക എന്നുള്ളതല്ലാതെ വേറൊരു വഴിയുമില്ല എന്നാണ്
എനിക്ക് സൂചിപ്പിക്കാം. ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. താങ്കൾ പറഞ്ഞ പ്രതിപക്ഷം അത്ര ശക്തിയല്ല എന്ന് പറഞ്ഞു. ശരി, അത് ഞാൻ മാറ്റിയെടുത്തു. എങ്കിൽ താങ്കൾ രൂപകൽപ്പന ചെയ്തൊരു പാർട്ടി, ഒരു സംഘടനയുണ്ട്, സേവ് കേരള ഫോറം. പ്രതിപക്ഷം ചെയ്യാൻ പറ്റാത്ത കാര്യം താങ്കൾ സംഘടനയ്ക്ക് പറ്റൂല ഇനി അങ്ങോട്ട്? അല്ല സുഹൃത്തെ, ഇതിനകത്തുള്ള ഒരു വലിയ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ രൂപവും ഭാവവും മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇപ്പൊ ഞാനിപ്പോ കോൺഗ്രസ്സുകാരെ കുറിച്ചിട്ട് പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ, കോൺഗ്രസ്സുകാർ ഇവിടെ പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അടിത്തട്ടിലൊക്കെ തന്നെ വലിയ സാന്നിധ്യമുള്ള ഒരു പാർട്ടിയാണ്. ആ പാർട്ടി അടിച്ചൊതുക്കാൻ ശ്രമിക്കുമ്പോൾ അവർ തിരിച്ച് പ്രതിരോധിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസിനെ കുറിച്ച് പറയുന്നത്. പക്ഷെ താങ്കൾ ചോദിച്ച അവസാനത്തെ ചോദ്യത്തിന് ഞാൻ ഒരു മറുപടി പറയാം. ആ മറുപടി എന്താന്ന് ചോദിച്ചാൽ, ഇപ്പോ ഈ കാര്യങ്ങൾ മാറുന്നത് നമ്മൾ കാണണം. ഈ രാഷ്ട്രീയ പാർട്ടികളുടെ സംഘാടനം, അവരുടെ ജില്ലാ കമ്മിറ്റികൾ, അവരുടെ പ്രകടനങ്ങൾ, പ്രചരണങ്ങൾ എന്നൊക്കെ ഉള്ള നിലയുണ്ടല്ലോ, അതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ പാർട്ടിക്ക് ജില്ലാ കമ്മിറ്റി ഉണ്ടോ, നിങ്ങളുടെ പാർട്ടിക്ക് ബൂത്ത് ഉണ്ടോ, നിങ്ങളുടെ പാർട്ടി എത്ര സമരം ചെയ്തു, ഇതൊന്നും അല്ല ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ മൂവ്മെന്റുകൾ അല്ലെ പൊളിറ്റിക്കൽ മൂവ്മെന്റുകൾ വളർന്നു വരുന്നതിന്റെ അതിന്റെ ബാരോമീറ്റർ ഇപ്പൊ അതൊന്നും അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതാ, നമ്മൾ തന്നെ ഇപ്പൊ ഞാനിപ്പോ എന്റെ കാര്യം തന്നെ നോക്കൂ, എന്നെ തന്നെ ഇത്രയും ആളുകൾ അറിയാനും ഞാൻ നടത്തുന്ന പ്രവർത്തനം അവരിലേക്ക് എത്തിക്കാനും ഒക്കെ തന്നെ കാരണം എന്താ? ആ കാരണം സാമൂഹ്യ മാധ്യമത്തിന്റെ ശക്തമായിട്ടുള്ള സാന്നിധ്യമാണ്. ഇപ്പൊ താങ്കൾ തന്നെ ഇപ്പൊ സേവ് കേരള ഫോറത്തിനെ കുറിച്ച് ചോദിക്കാനിടയായി. എങ്ങനെ ചോദിക്കാനിടയായി? 1.5 മാസമായുള്ള സേവ് കേരള ഫോറം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് അതിപ്പോ ഒരു പാർട്ടി പോലും ആയിട്ടില്ല. പക്ഷെ എന്നിട്ട് പോലും ലക്ഷക്കണക്കിന് ആളുകളുടെ ഇടയിലേക്ക് അതിന്റെ പിന്നെ പ്രചരണവും സന്ദേശവും എത്തപ്പെട്ടിരിക്കുന്നു. ആ എത്തപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? ആ എത്തപ്പെട്ടിരിക്കുന്നത് അതിശക്തമായിട്ടുള്ള സാമൂഹ്യ മാധ്യമത്തിന്റെ സ്വാധീനം കൊണ്ടാണ്. ഇപ്പൊ KM ഷാജഹാൻ എന്ന് പറഞ്ഞ എന്റെ ജനറൽ സെക്രട്ടറി ആയി പ്രവർത്തിക്കുന്ന ഞാൻ പറയുന്ന കാര്യങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഇന്ന് എത്തിപ്പെടുന്നു. എന്നെ റോഡിലൊക്കെ വെച്ച് തിരിച്ചറിയുന്ന മുഴുവൻ ആളുകളും എന്നോട് ആ സേവ് കേരള ഫോറം അറിയാം സാറേ, അതിന്റെ ഭാരവാഹിയല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ അതിന്റെയൊക്കെ അർത്ഥം എന്താ? അതിന്റെയൊക്കെ അർത്ഥം സാമൂഹ്യ മറ്റാരിൽ നിന്നും രക്ഷ നേടാൻ പറ്റാത്തതുകൊണ്ട് താങ്കളോട് അഭയം ചോദിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. അതൊരു വലിയ പിന്നെ പോയിന്റ് ആണ്. കാരണം ക്രേവിങ് ഫോർ ചേഞ്ച് എന്നാ പറയുന്നത്. അതായത് മാറ്റത്തിന് വേണ്ടി ആളുകൾ അങ്ങ് വല്ലാതെ, ഇപ്പം ആം ആദ്മി പാർട്ടി നിങ്ങൾ നോക്കൂ, 2014 നമ്മൾ അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് കേൾക്കുന്നത്. ആ അർത്ഥത്തിൽ പറയാനാണ് എന്നെ കുറിച്ച് 20 വർഷത്തിലധികമായിട്ട് ഇവിടെ കേൾക്കുന്നത്. പക്ഷെ അരവിന്ദ് കെജ്രിവാളിനെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായുള്ളൂ. അതിന്റെ ഇടയിൽ അയാൾ 3 പ്രാവശ്യം മുഖ്യമന്ത്രിയായി. അതുപോലെ തന്നെ പഞ്ചാബില് ഒരു കൊമേഡിയനാണ്, പിന്നെ അവിടെ അയാൾ മുഖ്യമന്ത്രിയായി. മണിപ്പൂരിൽ 5 വർഷം കൊണ്ടാണ് ഒരു IAS കാരൻ അവിടെ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി അവിടെ മുഖ്യമന്ത്രിയായി. എന്തിനു പറയുന്നു? തെലങ്കാനയിൽ പോലും കോൺഗ്രസ് ജയിച്ചപ്പോൾ രേവന്ത് റെഡ്ഡി എന്ന് പറഞ്ഞൊരു പുതുമുഖമാണ് അവിടെ വന്നത്. അതൊന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താ? 2014 കേരളത്തിലെ കാര്യം ആലോചിച്ച് നോക്കി. 2014 കേരളത്തിൽ ആം ആദ്മി പാർട്ടി ഇല്ല. 2013 മറ്റോ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നതിന്റെ ആവേശത്തിൽ 2014 ആം ആദ്മി പാർട്ടിയിൽപ്പെട്ട കുറച്ച് ആളുകളോട് മത്സരിച്ചു. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ അനിത പ്രതാപ് എന്ന് പറഞ്ഞിട്ട് ഒരു സാഹിത്യകാരി മത്സരിച്ചു. അവർക്ക് മലയാളം പോലും അറിയില്ലായിരുന്നു. അവർ ആ സമയത്ത് വന്ന് ആം ആദ്മി പാർട്ടിയിൽ കൂടിയതാ. ആ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 50,000 വോട്ടാണെന്ന് കിട്ടിയത്. അന്ന് കേരളത്തിൽ ആം ആദ്മി പാർട്ടി ഇല്ല യഥാർത്ഥത്തിൽ. അന്ന് പിന്നെ തൃശ്ശൂർ മത്സരിച്ചു. ആര് മത്സരിച്ചു? സാറാ ജോസഫ് മത്സരിച്ചു. അവർ 40,000 വോട്ട് പിടിച്ചു. എറണാകുളത്ത് അജിത് ജോയി എന്ന് പറഞ്ഞ ഒരാൾ മത്സരിച്ചു. അയാൾക്ക് 20,000 വോട്ട് കിട്ടി. അപ്പൊ അന്ന് ആ പാർട്ടി പോലും കേരളത്തിലില്ല. മനസ്സിലായി? അപ്പൊ ആ സാഹചര്യത്തിൽ ഞാൻ പറയുമ്പോൾ അതിന് ഒരുപാട് പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ സേവ് കേരള ഫോറം എന്നുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ്. കാരണം വെച്ചാൽ അത് എൻ്റെ പിന്നെ പ്ലാറ്റ്ഫോമിലുള്ളവരോ അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടോ ഒന്നുമുള്ള ഒരു അഭിപ്രായമായിട്ട് ഞാൻ കണക്കൂട്ടില്ല. വ്യക്തി എന്നുള്ള നിലയിൽ മാറി നിന്നോ സേവ് കേരള ഫോറമായിട്ടൊന്നും ബന്ധപ്പെടുത്തി അല്ലാത്ത ഒരാളായിട്ട് എന്നെ കണ്ടുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞാൽ, അടുത്ത 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരാ മത്സരിക്കാൻ പോകുന്നത്? ഈ അഴുകിയ LDF, ഏറ്റവും അഴുകി പൂത്ത് ചീഞ്ഞ് നാറിയ LDF, പിന്നെ കുറെ കോൺഗ്രസ്സുകാര്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പത്തനംതിട്ടയിൽ 4ാം തവണ മത്സരിക്കാൻ പോകുന്നു ആന്റോ ആന്റണി. എറണാകുളത്ത്, തിരുവനന്തപുരത്ത് 4ാം തവണ ഇയാൾ വരും. ആര് വരും? ശശി തരൂർ വരും. എന്തിനാ? തെരഞ്ഞെടുപ്പിന്റെ സമയമാകുമ്പോൾ അയാൾ മോഡിക്കെതിരെ 2 എണ്ണം പറഞ്ഞ് ജയിക്കണം. അവിടെ മോഡിക്കെതിരെ പറഞ്ഞുകൊണ്ട് അയാൾ വലിയ ഷോളും ഒക്കെ തൂക്കി അയാൾ വലിയ ജുബ്ബൊക്കെ ഇട്ടുകൊണ്ട് അയാൾ ഇറങ്ങും. മാവേലിക്കര എന്ന് പറഞ്ഞൊരു മണ്ഡലത്തിൽ 10ാം തവണ മത്സരിക്കാൻ ഇറങ്ങും. ആര്? മറ്റവൻ എന്താണ്, കൊടികുന്നിൽ സുരേഷ്. ആ കോഴിക്കോട് 5ാം തവണ മത്സരിക്കാൻ ഇറങ്ങും MK രാഘവൻ. പിന്നെ തൃശ്ശൂര് TN പ്രതാപൻ എന്നും പറഞ്ഞൊരു, ഞാൻ എന്ത് പറയാനാണ്? ഇതൊക്കെ ജനം ഇനി തിരിച്ചറിയും മിസ്റ്റർ ഷാജഹാൻ.
അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ പത്തനംതിട്ടയിൽ പി സി ജോർജ് കുറെ കാലം SDP-യുടെ പേരും പറഞ്ഞ് ജയിച്ചു, ഇപ്പൊ BJP ആണെന്ന്. ഞാൻ പറയുന്നത് ഇതൊന്നും ഇതൊക്കെ ഒരു ദിവാസ്വപ്നമായിരിക്കും. ഇപ്പൊ KM ഷാജഹാൻ എന്ന് പറഞ്ഞ വ്യക്തി, അയാള് പിന്നെ സേവ് കേരള ഫോറവുമായി ബന്ധപ്പെട്ടേ അല്ല, അയാളുടെ ഒരു സ്വന്തം അഭിപ്രായം എന്നുള്ള നിലയിൽ പറയുമ്പോൾ ശരിക്കും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കും എതിർക്കാൻ പറ്റാത്ത പിന്നെ വിട്ടുവീഴ്ചയില്ലാത്ത സന്ധിയില്ലാത്ത സമരം ചെയ്യുന്ന ഒരു 20 ആളുകൾ ഇവിടെ മത്സരിച്ചാൽ ആളുകൾ മാറി ചിന്തിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് ആരും സംശയമില്ല. ഇപ്പൊ ഞാൻ ഏറ്റവും അവസാനമായിട്ട് ഞാനൊന്ന് പറഞ്ഞത്, ഞാനിപ്പോ ഇടുക്കിയിലാണുള്ളത്. ഇടുക്കിയിൽ ഞാൻ കൈലാസം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനുള്ളത്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇന്നലെ വന്നത് സേവ് കേരള ഫോറത്തിന്റെ ഭാഗമായി ഞങ്ങൾ വണ്ടിപ്പെരിയാറിൽ പിന്നെ പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ അച്ഛനെ ഞങ്ങൾ പോയി കാണുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഹൃദയഭേദകമായിരുന്നു. അതായത് ചെറിയ മുറികൾ, കക്കൂസ് പോലത്തെ മുറികൾ, ലയങ്ങൾ, അവിടെ ജീവിക്കുകയാണ് ഈ പട്ടികജാതിക്കാരനായിട്ടുള്ള ഇയാൾ. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സുഹൃത്തെ, പട്ടികജാതി വർഗങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ പഞ്ചവത്സര പദ്ധതിയിൽ പോലും 10-15,000 കോടി രൂപയാണ് നമ്മൾ ചെലവഴിച്ചത്. 15,000 കോടി. കേരളത്തിൽ ആകെപ്പാടെ പട്ടികവർഗങ്ങൾ 35 ലക്ഷമേ ഉള്ളൂ. ആ 35 ലക്ഷത്തിനോട് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ തന്നെ 15,000 കോടി രൂപ നമ്മൾ ചെലവഴിച്ചു. ആ ചെലവഴിച്ച എവിടെ പോയി ആ പണം? അതും എല്ലാം ഈ രാഷ്ട്രീയക്കാരൻ ഈ വെട്ടി വിഴുങ്ങുകയായിരുന്നു ചെയ്തത്. ഇത് അഴിമതിയുടെ ഒരു മൂല മാത്രമാണ് ഞാൻ പറഞ്ഞത്. അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള അവസ്ഥ. എന്നിട്ട് കക്കൂസ് പോലുള്ള മുറികളിൽ അവർ താമസം. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് അങ്ങോട്ടാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് മറിയക്കുട്ടി എന്ന് പറഞ്ഞ ഒരു 86 വയസ്സുകാരുടെ അടുത്തേക്കാണ്. ആരാണ് ആ 86 വയസ്സുകാരി? അവർക്ക് പാർട്ടിയുണ്ടോ? അവർക്ക് ബൂത്തുണ്ടോ? അവർക്ക് ശതകോടികളുണ്ടോ? അവർക്ക് നവകേരള സദസ്സുണ്ടോ? അവർക്കൊന്നുമില്ല. അവർക്ക് 4 മാസമായിട്ട് പെൻഷൻ പോലും അവർക്ക് കിട്ടിയിട്ടില്ല. മറിയക്കുട്ടി 86 വയസ്സ്. ആ 86 വയസ്സുള്ള മറിയക്കുട്ടിയുടെ അടുത്ത് അന്നക്കുട്ടി എന്ന് പറഞ്ഞ ഒരു ചേച്ചി ഇരിപ്പുണ്ടായിരുന്നു. ആ പാവപ്പെട്ടവർക്ക് 3 വർഷവും 5 മാസമായിട്ടും പെൻഷൻ കിട്ടിയിട്ടില്ല. അവരെയാണ് ഞങ്ങൾ കാണാൻ പോയത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതാ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം. ആ 86 വയസ്സുകാരി മുൾമുനയെ നിർത്തിയിരിക്കുകയല്ലേ പിണറായി വിജയൻ എന്താണ് ഇല്ലാത്തത്? പിണറായി വിജയൻ ഇപ്പൊ 2 മണിക്കൂർ കൊണ്ട് വിചാരിച്ച 100 കോടി രൂപ വേണം പിണറായി വിജയൻ ഉണ്ടാക്കാൻ. പിണറായി വിജയന്റെ പോലീസുണ്ട്, പിണറായി വിജയന്റെ കൊലയാളി സംഘമുണ്ട്, പിണറായി വിജയന്റെ വക്കീലന്മാരുണ്ട്, പണമുണ്ട്, അധികാരമുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ട് പോലും ആ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആളെ മുൾമുനയിൽ നിർത്തുകയല്ലേ ശരിക്കും ഈ മറിയക്കുട്ടി ചെയ്തത്. യഥാർത്ഥത്തിൽ ഇന്നലെ സേവ് കേരള ഫോറം ചെയ്തത് എന്താണ്? പ്രതീകാത്മകമായി പിന്നെ മറിയക്കുട്ടി ചേച്ചിയെ വാർത്താ താരമായി പ്രഖ്യാപിക്കുകയാണ് യഥാർത്ഥത്തിൽ സേവ് കേരള ഫോറം ചെയ്തത്. ആ 86 വയസ്സുകാരി നാളെ ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിച്ചാലുണ്ടല്ലോ, ജയിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ആളുകൾ അവരെ പിന്തുണയ്ക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിൽ ആളുകൾ മാറ്റത്തിന് വേണ്ടി ദാഹിക്കുകയാണ്. അതായത് ഈ ഒരാഴ്ചയായിട്ട് വെള്ളം കിട്ടാത്തൊരു മനുഷ്യന്റെ അവസ്ഥയിലാണ് കേരളത്തിലെ ജനങ്ങൾ. അപ്പൊ അതുകൊണ്ട് ആ ജനങ്ങളുടെ മുന്നിലേക്ക് അവർക്ക് പ്രതീക്ഷാനിർഭരമായിട്ടുള്ള ഒരു സംഘം ആളുകൾ വന്നാൽ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലം, രാഷ്ട്രീയ ഭൂമിക തന്നെ അടി മുതൽ മുടി വരെ മാറാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണെന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും സേവ് കേരള ഫോറത്തിന്റെ ഒരു ഭാരവാഹി എന്നുള്ള നിലയിലും എനിക്ക് കിട്ടുന്ന തിരിച്ചറിവ് എന്ന് പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. 2026 പിണറായിയുടെ കസേര തെറിപ്പിക്കും എന്നാണ് സേവ് കേരള ഫോറത്തിന്റെ അജണ്ട. അല്ല, സേവ് കേരള ഫോറം എന്ന് പറഞ്ഞ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ നമ്മൾ ചെറുതായി കാണണ്ട. സേവ് കേരള ഫോറം ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്. നാളെ ഇതൊരു പാർട്ടിയാവും, ഞങ്ങൾ മത്സരിക്കും, തെരഞ്ഞെടുപ്പിന് ജയിക്കും, ഞങ്ങൾ പിണറായി വിജയനെ അസ്ഥിരപ്പെടുത്തും, ഒന്നും ഞങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്നില്ല. പക്ഷെ ഞങ്ങളുടെ തുടക്കം ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. 1.5 മാസത്തിനിടയിൽ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും. ഞങ്ങളുടെ പ്രവർത്തനങ്ങളും ഇവിടെ ഉണ്ടാകും. ഞങ്ങൾക്ക് പ്രവർത്തകരുടെ എണ്ണം കൂടും. ഞങ്ങളെ നിലനിർത്താനുള്ള പണം ജനം തരും. ഞങ്ങൾക്ക് അതിലൊന്നും യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഞങ്ങൾ നെഞ്ചു വിരിച്ച് ഈ പറഞ്ഞ പോലെ വിട്ടുവീഴ്ചയില്ലാതെ സമരം ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഇപ്പൊ പറയാൻ കഴിയുള്ളൂ. 26 തെരഞ്ഞെടുപ്പിലൊക്കെ ഞങ്ങൾ ഇവിടെ ഈ കേരളത്തിൽ ഉണ്ടാവും എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാൻ കഴിയൂ. ഒരുപാട് നന്ദി ശ്രീ KM ഷാജഹാൻ.